25% കൊടുക്കേണ്ടി വരുന്ന സാധ്യത. LP സ്കൂളിൽ 4 പോസ്റ്റ് ഉണ്ട്. ആ 4 പോസ്റ്റ് ഒരാളുടെ ചെയ്യുന്നു. ആദ്യത്തെ പോസ്റ്റ് ഭിന്നശേഷിക്ക് കൊടുക്കുമ്പോൾ എന്ന കണക്ക് 4 എന്ന കണക്ക് സ്വാഭാവികമായും 25% 25% കണക്കാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ള ഇപ്പൊ നമ്മൾ നമ്മുടെ ഒരു വിവാദമാണ്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തുടരാൻ പറ്റില്ല. ആ 25% എന്നുള്ള 5 or 6 പോലും ആകാൻ നമ്മുടെ നിലവിലുള്ള നിയമം അല്ലെങ്കിൽ സുപ്രീം കോടതി വിധി അത് അനുവദിക്കുന്നില്ല. ഏത് രീതിയിലുള്ള സൗകര്യവും അതിന്റെ അനുവദിക്കപ്പെട്ട തോത് കടക്കാൻ പാടില്ല എന്ന 3 ജഡ്ജിമാർ സുപ്രീം കോടതി കൃത്യമായി അത് നമ്മുടെ ഹൈക്കോടതി ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തിന്റെ വാദം കേട്ടു കഴിഞ്ഞു, ഗവൺമെന്റിന്റെയും കേട്ടു. ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട വക്കീലന്മാരുടെ 2-3 ദിവസം അവരെ ഇനി കേൾക്കേണ്ടി വരും. അതാണ് ആ കേസിന്റെ സ്ഥിതി. ബന്ധപ്പെട്ട ഏകദേശം 1 മാസത്തിനകത്ത് തീരുമാനം ഉണ്ടാവും. നമ്മൾ നേരിടുന്ന ഈ 4% കൊടുക്കുക എങ്ങനെ കൊടുക്കണം, ആദ്യത്തേതാണോ, എങ്ങനെയാണ് ശതമാനം കണക്കാക്കുന്നത്, കുറച്ച് പോസ്റ്റുകൾ മാത്രമുള്ളിടത്ത് ആ പോസ്റ്റ് കൊടുക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഓരോ കാറ്റഗറിയിലും കൊടുക്കേണ്ടി വരുമ്പോൾ ആകെയുള്ള ടോട്ടൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് അതിന് കൊടുക്കാൻ തയ്യാറാണ്. ആ രീതിയിലേക്ക് എഴുതി വരണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. എന്തായാലും അത് കോടതിയുടെ പരിഗണനയിലായിരുന്നാൽ അതിനകത്ത് ഗവൺമെന്റിനും നമുക്ക് ഇപ്പോൾ വ്യക്തമായി ഒന്നും പറയാൻ കഴിയില്ല. അത് വരുന്ന നമുക്ക് അതിന്റെ നിലവിലുള്ള കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും ഗവൺമെന്റ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിലും നവംബർ 1 ഉത്തരവിന്റെ അടിസ്ഥാനത്തിലും ഇപ്പോഴും പെൻഡിങ്ങിലിരിക്കുന്ന അംഗീകരിക്കപ്പെടാത്ത നിയമങ്ങൾ അംഗീകരിച്ചു നൽകണമെന്നാണ് നമ്മൾ ആദ്യമായി ഇവിടെ ആവശ്യപ്പെടുന്നത്. സ്കൂളിലെ ഘടനാപരമായ മാറ്റം, സ്കൂൾ രീതികൾ തുടങ്ങിയ വാക്കുകൾ എല്ലാ പത്രങ്ങൾ അതിന്റെ എഡിറ്റോറിയൽ കോളം പോലും അതിനുവേണ്ടി മാറ്റിവെച്ചു. അപ്പൊ അതിന്റെ പ്രാധാന്യം എങ്ങനെ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു. ആ എഡിറ്റോറിയൽ കോളം മാറ്റിവെച്ചപ്പോൾ അവർ തന്നെ പറയുന്ന ഒരു കാര്യം, ഇത് ആളുകളിലേക്ക് ആശങ്ക ഉണ്ടാകും. ആ ആശങ്ക പരിഹരിക്കുവാൻ സർക്കാർ തയ്യാറാണ്. ഇതേ ആവശ്യമാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ആശങ്കയുണ്ട്. മാനേജർമാർ എന്നുള്ള നിലയിൽ നമ്മൾ നടത്തുന്ന സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ഘടനാമാറ്റം നടപ്പാക്കുന്നത്, എങ്ങനെയാണ് ഏകീകരണം നടപ്പാക്കുന്നത്. 8, 9, 10, 11, 12 വിഭാഗമായി നിൽക്കുമ്പോൾ അത് ഏകീകരിക്കുമ്പോൾ 9 മുതൽ 12 വരെ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അധ്യാപക ക്വാളിഫിക്കേഷൻ മാറുന്നു, പോസ്റ്റുകൾ മാറുന്നു. ആദ്യത്തെയുമായി ഇവര് കണക്കാക്കുന്നത് പോസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് അടിസ്ഥാന വിഷയം എന്നുള്ള നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഏകീകരണം എന്നൊക്കെ പറയപ്പെടും അതിന്റെ പീരീഡുകൾ കണക്കാക്കുന്നത് ഉണ്ടാകാൻ പോകുന്ന ആദ്യത്തെ ഫലം സ്കൂളിലായി ഉണ്ടായിരിക്കുന്ന ടോട്ടൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ എണ്ണം കുറയാനാണ് സാധ്യത എന്നുള്ളതാണ് മാനേജർമാർ എന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനം. അതോടൊപ്പം VHSയുമായി ബന്ധപ്പെട്ട ഇതൊന്നും പത്രം ദ്വാരാ നമ്മൾ അറിയുന്നതല്ലാതെ ഇത് നടത്തുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് നമ്മളുമായി എന്നാൽ ഈ അക്കാദമിക് 3 ഘട്ടം വളരെ എല്ലാ മാനേജ്മെന്റുകളെയും വിളിച്ചു ജൂണിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ 3.5 മണിക്കൂർ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. നടപ്പാക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ വിഷയങ്ങളിലേക്ക് എത്തുവാൻ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മന്ത്രിയുൾപ്പെടെയുള്ളവരോ അപ്പോൾ നമ്മളോട് പറയുന്നത് നമ്മളും ഇത് അറിയുന്നത് ഇങ്ങനെയുള്ള പത്രങ്ങൾ വരുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആശങ്കകൾ പൊതുസമൂഹത്തിന് ആശങ്കയുള്ളതുപോലെ ഇവിടെ മാനേജർമാർക്കും ആശങ്കകളുണ്ട്. നമ്മൾ സ്കൂൾ നടത്തുമ്പോൾ അല്ലെ UP എങ്ങനെ, LP എങ്ങനെ, പ്രൈമറി എങ്ങനെ, വരാൻ പോകുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മുടെ മുതലുണ്ട്. അപ്പൊ ആ പോളിസിയുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെ പോകും. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ അസോസിയേഷൻ തന്നെ വിശദമായ ചർച്ച നടത്തുകയും അമൃത കുമാറിനെ കൊണ്ട് നമ്മൾ ക്ലാസ് എടുപ്പിക്കുകയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് മുമ്പിൽ നമ്മൾ എഴുതി കൊടുത്ത നിർദ്ദേശങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് മുമ്പിലും കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെട്ട് മാനവശേഷി വകുപ്പ് മന്ത്രാലയത്തിൽ കൊടുക്കുകയും കേരളത്തിന്റെ ഏഴ് മേഖലയുടെ പ്രത്യേകത അവരെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അതനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ NEP ഒരു വശത്ത് അതുമായി ബന്ധപ്പെട്ട് ഇപ്പുറത്ത് ഖാദർ കമ്മിറ്റി എന്നുള്ള പേരിൽ സ്കൂൾ ഘടനാ ഏകീകരണം എന്ന് പറയുന്ന രീതിയിലേക്ക് മറ്റൊരു ചർച്ച നടന്നു. ഇത് എല്ലാം എങ്ങനെ നടപ്പാക്കും, എങ്ങനെയാണ് ഇതിനൊരു വ്യക്തത വേണ്ടേ, ഇത് നമ്മളുമായി ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ മറ്റൊരു ഉദ്ദേശം. അതായത് ഈ സ്കൂളുകൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ഇന്ത്യക്ക് നല്ല ലോകത്തിന് തന്നെ മാതൃകയാണ് എന്ന് അഭിമാനപൂർവ്വം പറയാറുണ്ട്. കൊല്ലത്ത് ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന കലോത്സവം നമ്മൾ അതിനെ പറയുന്നത് തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം. അങ്ങനെ പറയണമെങ്കിൽ ആ ഏഷ്യയിലെ തന്നെ പൊതുവിദ്യാലയങ്ങൾ കേരളത്തിൽ ഏറ്റവും ശക്തമാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിയും. അപ്പോൾ ആ പൊതുവിദ്യാലയങ്ങൾ ശക്തമായതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ
പൊതുവിദ്യാലയങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നീതി ആയോഗ് സ്റ്റാർ പദവി, നക്ഷത്ര പദവിയൊക്കെ നമുക്ക് തന്നു. അങ്ങനെ കിട്ടുമ്പോൾ പറഞ്ഞു വന്നതാണ് അതിനൊക്കെ ലഭിക്കുന്ന നല്ലതാണ്. അവിടെ 12,500 സ്കൂളുകളിൽ 8,500 സ്കൂളുകൾ നടത്തുന്നത് എയ്ഡഡ് മേഖലയിലാണ് എന്നുള്ള സത്യം ഉദ്യോഗസ്ഥരും സർക്കാരും പൊതുസമൂഹവും മനസ്സിലാക്കുക. ഇത് വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി നടന്നു വന്ന പള്ളിക്കൂടങ്ങൾ പലത് തലമുറകളായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ മതസ്ഥാപനങ്ങളോ ട്രസ്റ്റുകളോ വ്യക്തികളോ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോഴും അങ്ങനെ തുടർന്നു പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരത്തിലൊരു വലിയ പരിഷ്കാരങ്ങൾക്ക് സർക്കാർ മുന്നോട്ട് വരുമ്പോൾ അത് NEP ആയാലും അത് NEP ആയാലും വെബ്സൈറ്റിലേക്ക് നമുക്ക് ആവശ്യമില്ല, കുറെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓൺലൈനിൽ കൊടുക്കാനുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ ആശയങ്ങളും കൊടുക്കും. നേരിട്ട് കേന്ദ്രമന്ത്രി മുരളീധരൻ വഴി മാനവശേഷി മന്ത്രാലയത്തിലേക്ക് ഇത്രയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്റ്റേറ്റ് ഗവൺമെന്റാണ് ഇടപെടേണ്ടത്. സ്റ്റേറ്റ് ഗവൺമെന്റാണ് ഇപ്പോൾ ഘടനാപരമായ മാറ്റം പറയുന്നത്. VHS ഇല്ലാതെ പറയുന്നു. 19-ന് ശേഷം 17-ന് ശേഷം VHS നിയമനങ്ങൾ മരവിപ്പിച്ചിരിക്കുന്നു. എന്താണ് അവരെ പഠിക്കട്ടെ മാറ്റം അങ്ങനെ തന്നെ പറയുക. VHS വിടാൻ പറ്റില്ല, അത് +2 അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് ഒരു വ്യക്തമായ നമ്മളെയും കൂടെ അനുബന്ധിച്ച് VHS ഉള്ള മാനേജർമാരോ അല്ലെങ്കിൽ അസോസിയേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വേണം അതിനൊരു. അതല്ലാതെ ഒരു ദിവസം പത്രം എടുത്ത് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ നിയന്ത്രണത്തിലുള്ള നമ്മുടെ ഉടമസ്ഥതയിലുള്ള പള്ളിക്കൂടത്തിൽ നിന്ന് അതിനത് മാറ്റി 8-7 11 12 9-ാം ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് നടത്താൻ കഴിയുമോ എന്നുള്ള സ്ഥിതി, നടത്തണമോ എന്നുള്ള ചോദ്യമാണ് ഗവൺമെന്റ്. ഇങ്ങനെ എന്തിനു നടത്തണം? അധികാരം നമുക്കാണെങ്കിൽ നിയമനം എന്നുള്ളൊരു അധികാരമല്ല. ആ വസ്തുവിന്റെ ടാക്സ് കൊടുക്കുന്ന മാനേജരാണ്, ആ വസ്തുവിന് പൊസിഷൻ വാങ്ങിക്കുന്ന മാനേജരാണ്, ആ വസ്തുവിന്റെ ഉടമസ്ഥനാരാണ്, അതിന്റെ കണ്ടപ്പേര് നോക്കിയാൽ മാനേജരാണ്. അപ്പൊ ഇതെല്ലാം ഉള്ള ഉടമസ്ഥതയിലുള്ള പള്ളിക്കൂടം, അതിനകത്ത് വിദ്യാഭ്യാസം നൽകുക എന്ന കർത്തവ്യമാണ് ഗവൺമെന്റ് നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ്. അല്ലാതെ വേറെ എഗ്രിമെന്റ് പറഞ്ഞിട്ട് അത് മനസ്സിലാക്കി നമ്മളുമായി കൃത്യമായി ഒരു ചർച്ചയില്ലാതെ നടപ്പാക്കുന്നതിൽ നമുക്ക് ഇഷ്ടമുണ്ട്. അത് തുറന്ന ചർച്ചയ്ക്ക്, അത് മാനേജർമാരെന്നുള്ളതല്ല, മാനേജർമാരെക്കാൾ ആശങ്ക ഈ മേഖലയിൽ അധ്യാപകർക്കുണ്ട്. അധ്യാപക സംഘടനകളോട് ചർച്ച ചെയ്യണം, പൊതുസമൂഹവുമായിട്ട് ചർച്ച ചെയ്യണം, മാനേജ്മെന്റുമായി ചർച്ച ചെയ്യണം. ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാ തലങ്ങളിലും ചർച്ചകൾ നടന്നിട്ട് ഘടനാപരമായി മാറ്റം നടത്തട്ടെ എന്നുള്ളതാണ് APSA കേരള എയ്ഡഡ് പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ പരസ്യമായി തന്നെ ആവശ്യം. ആ തുറന്ന ചർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടെ എല്ലായിടത്തും 14 ജില്ലകളിലും ധനം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ 14 ജില്ലാ കേന്ദ്രങ്ങളുടെയും തന്നെ അവസാനിച്ചു കഴിയുമ്പോൾ DG ഓഫീസിന്റെ മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുക എന്നുള്ളതാണ് സംസ്ഥാന തലത്തിലുള്ള നമ്മുടെ പരിപാടി. ആ പരിപാടിയിൽ നമ്മുടെ ജില്ലയിൽ നിന്ന് നമ്മളെല്ലാം തന്നെ പങ്കെടുക്കേണ്ടി വരും. അതിന്റെ ഡേറ്റ് കഴിഞ്ഞ് തീരുമാനിച്ചിട്ടുള്ള 14 ജില്ലയിൽ കഴിഞ്ഞതിന് ശേഷം KPSMA സംസ്ഥാന കമ്മിറ്റി കൂടിയാണ് ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഈ നമ്മുടെ ധർണയിലെ പ്രധാനപ്പെട്ട ആവശ്യമാണ് കമ്മിറ്റി നടപ്പാക്കുക, അല്ലെങ്കിൽ സ്കൂൾ ഏകീകരണം നടപ്പാക്കുക. ഒരു പരിഷ്കാരം വിദ്യാഭ്യാസ നടപ്പാക്കുന്നതിന് എതിരല്ല. പക്ഷെ ഒരു ചർച്ചയിൽ കൂടി നമ്മുടെ അഭിപ്രായങ്ങൾ ആശങ്കകളില്ലാതെ മാനേജർമാരുടെയോ അധ്യാപകരുടെ ജോലി സുരക്ഷിതത്വം ഉറപ്പുവരുത്തി സ്കൂളിന്റെ നിലനിൽപ്പിനോട് നോക്കി വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതോടൊപ്പം നമ്മൾ നിരവധി ആവശ്യങ്ങൾ നിർത്തി ഒരു അവകാശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അതിവിടെ അതാത് ജില്ലാ ആസ്ഥാനങ്ങളിൽ ബഹുമാനപ്പെട്ട മന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നൽകിയ ഒരു വോട്ട് തന്നെയാണ് എല്ലാവരും നൽകുന്നത്. അതിൽ നിരവധി നമ്മളുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി എന്ന് പറയുന്നതാണ്, നമ്മൾ എന്നും എപ്പോഴും നിരവധി വ്യവഹാരങ്ങളിൽ കോടതികളിൽ കേസും വഴക്കുപെട്ടിട്ടുണ്ട്. ഇവിടെ തീർക്കാവുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മൾ മാസങ്ങളും വർഷങ്ങളും കോടതി കയറി പരിഹരിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഈ അവസരങ്ങൾ ഇല്ലാതാക്കുക. അത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരമാവധി ഗവൺമെന്റ് തലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കും. കഴിഞ്ഞ 2010 മുതൽ നമ്മൾ കേസ് പറയുന്നതാണ് വണ്ണീശ്വരനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസ്. സുപ്രീം കോടതിയിലായിരുന്നു. കഴിഞ്ഞ 17-ാം തീയതി വന്നു. അത് വീണ്ടും 6 ആഴ്ചത്തേക്ക് മാറ്റി പോസ്റ്റ് ചെയ്തു. ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ പരസ്പരം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു മെസ്സേജ് ചുറ്റും വരുന്നു. എന്താണ് പ്രശ്നം, അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? എടുക്കത്തില്ലെന്നല്ല, പക്ഷെ മൊത്തം
പ്രവർത്തിച്ചുകൊണ്ട് നടക്കണമെന്നും അതിതസ്തിക നൽകിയിട്ടുണ്ട് എന്നുമൊക്കെയുള്ള ആ നിർദ്ദേശങ്ങൾ പിൻവലിച്ചുകൊണ്ട് ബാക്കിയുള്ള പ്രൊട്ടക്റ്റഡ് ടീച്ചേഴ്സിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ പരിഗണിക്കാവുന്നതാണ്. ഇപ്പോൾ പരിഗണിക്കാതെ ആ വിഷയങ്ങൾ സുപ്രീം കോടതിയിൽ പരിഗണനയിലാണ്. ഏറ്റവും അവസാനമായി ശ്രീ മഹേശ്വരിയും വിശ്വനാഥ് സാറും ബെഞ്ചാണ് കേട്ടത്. അവരെ പാർട്ടിക്കാരായിട്ട് ഭാഗികമായി കേട്ട കേസിനകത്ത് അത് വെച്ചിട്ടുണ്ട്. ഒരു 2 ദിവസവും കൂടി കഴിഞ്ഞാൽ അതിന്റെ ഏകദേശം തീരുമാനം അവർ 2 ദിവസം കൂടി കേട്ട് കഴിഞ്ഞു. ഫെബ്രുവരിയിൽ ഉണ്ടാകും. കേട്ട് കഴിഞ്ഞാൽ അതിന്റെ തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഏതായാലും നിരവധി കേസുകളും പ്രശ്നങ്ങളുമായി ഈ മേഖല സങ്കീർണമാണ്. പള്ളിക്കൂടം നടത്തുന്നതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിരവധി വിഷയങ്ങളാണ്. വിഷയങ്ങളിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല. ധർണാസമയമായതിനാൽ മനസ്സാറുണ്ട്, അദ്ദേഹം സംസാരിക്കണം. കൂടുതൽ സമയം നിങ്ങളെ ഉപയോഗിക്കുന്നതും ശരിയല്ല എന്ന് ഈ വിഷയങ്ങളൊക്കെ തന്നെ നമ്മുടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് അറിവുള്ളതാണ്. ഇത് പരിഹരിക്കപ്പെടുക ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ജില്ലക്കാരൻ ഇന്ന് ഈ സംഘടനയെ നയിക്കുന്ന സംസ്ഥാനത്ത് ആകെ ഓടി നടന്ന് അതിലുപരി സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും കേസുകൾ ഒരു 2 മാസത്തിനുള്ളിൽ 3 വട്ടം സുപ്രീം കോടതി കേസുകളാറുണ്ട്. അപ്പോഴൊക്കെ തന്നെ സീനിയർ അഡ്വക്കേറ്റ്സുമായുള്ള ഡിസ്കഷൻ ഓടിപ്പോയിട്ട് വന്ന പലപ്പോഴും സമയത്ത് നടത്തിയതാണ്. ആ സംഘടനകൾ സജീവമല്ലാതെ ഇപ്പം നമ്മുടെ മന്ത്രി ശ്രീ കൃഷി അഹമ്മദ് കുട്ടി സാഹിബിന്റെ പ്രസിഡന്റായും മണിസാർ സെക്രട്ടറിയുമായും സജീവമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. 2000-ലധികം മെമ്പർഷിപ്പുകൾ നമുക്ക് കൊടുക്കേണ്ട ഈ 2000 ഒന്നിച്ച് ആ കേസിൽ വിശേഷ കേസിൽ കക്ഷിയാക്കിക്കൊണ്ടാണ് നമ്മൾ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സെപ്പറേറ്റ് പോകാതെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഹൈക്കോടതിയിലൊക്കെ നമ്മളെല്ലാം അറിയാതെ തന്നെ അതിനകത്ത് കക്ഷിയായിട്ടുണ്ട്. അതാണ് സംഘടനയുടെ ഒരു ഗുണം. ഏറ്റവും 1:1 കേസ് അവിടെ വന്നപ്പോൾ ഇതിനകത്ത് വളരെ കുറച്ച് മാനേജർമാർ മാത്രമേ കക്ഷിയായിട്ടുള്ളൂ എന്ന് ശ്രീ ശശിസാർ ഗവൺമെന്റ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അതിനെ അല്ല, ഇതെല്ലാവരും മുന്നോട്ട് വരാതിരുന്നതാണ്, ഇതെല്ലാവരെയും ബാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അവരെ പെറ്റീഷൻ മേഖലയെ പറഞ്ഞു. തിരിച്ചു പറഞ്ഞതനുസരിച്ച് നിമിഷങ്ങളാകും നമ്മുടെ ഒരു 15-20 ദിവസം കൊണ്ട് 600ഓളം മാനേജർമാർ അതിനകത്ത് കക്ഷിയായി മാറി എന്നുള്ളത് ശ്രദ്ധിച്ച വിഷയമാണ്. ഏറ്റവും സംഘടിത സ്വഭാവത്തിൽ ഈ സംഘടനയും കേരളത്തിലെ മാനേജർമാരെയും കൊണ്ടുപോകുന്ന അടിസ്ഥാന കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ എല്ലാ ആദരവും നൽകുന്നു. ആ ആദരവ് നമ്മുടെ ജില്ലാ സെക്രട്ടറി കൊല്ലം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശ്രീ കല്ലഗിരി KPSMA നടത്തുന്ന 9ാമത്തെ ജില്ലയുടെ ധർണ ആണ് അന്ന് കൊല്ലത്ത് നടക്കുന്നത്. ഏറെ സന്തോഷകരമാണ് എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും എയ്ഡഡ് സ്കൂൾ മാനേജർമാരുടെ സംഘടന തീരെ നിർവാഹമില്ലാതെ വരുന്ന ഈ സാഹചര്യത്തിൽ 14 ജില്ലകളിൽ 9 ജില്ലകളിലെ ഇന്ന് 9ാമത്തെ ജില്ല കൊല്ലം ജില്ലയിൽ ഈ ധർണ നടക്കുമ്പോ അതിന് ഒരു ദിവസം മുമ്പ്, അതായത് ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി തമ്മിൽ കാണാമായിരുന്നു പറഞ്ഞിരുന്നു. ഇന്നലെ അദ്ദേഹമായി കൂടിക്കാഴ്ച ചെറിയ വാങ്ങിപ്പോലും തമ്മിൽ കാണാൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ ഇവിടെ കൊല്ലത്ത് വെച്ച് നടന്ന സംസ്ഥാന യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് അന്ന് നമുക്ക് തന്നൊരു വാക്കുണ്ടായിരുന്നു. നാം നേരിടുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കേരള ഗവൺമെന്റ് തയ്യാറാണ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാണ്. നാം കൊടുത്തിട്ടുള്ള നിവേദനങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ പലതിലും കഴമ്പുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ കാണിച്ചു കൂട്ടുന്ന അനാസ്ഥയ്ക്ക് മന്ത്രി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്ന് എന്നോടൊപ്പം വന്നിട്ടുള്ള കൊല്ലം ജില്ലയിലെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മന്ത്രിയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരും കേട്ടതാണ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾക്ക് അടിയന്തര പരിഹാരം ഉണ്ടാക്കുന്നതിന് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് അന്ന് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിരുന്നു. ആ വാക്ക് എത്രയും വേഗം പാലിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. ഇന്നലെ അദ്ദേഹത്തിനെ കാണാൻ അവസരം അനുവദിച്ചിരുന്നു. അതുപ്രകാരം കണ്ടപ്പോ ആ നിമിഷം തന്നെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചിട്ട് അടിയന്തരമായി ഫെബ്രുവരി മാസം 15-ാം തീയതിക്കകമെങ്കിലും DG-യുടെയും സമയം എടുത്തുകൊണ്ട് നമ്മളുമായി മാത്രം നടത്തുന്ന ഒരു ചർച്ചയ്ക്ക് തീയതിയും സമയവും നിശ്ചയിക്കണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നലെ അറിയിച്ചവരും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അപ്പൊ അങ്ങനെ തീരുമാനത്തിലേക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയെ കൊണ്ടെത്തിക്കുമ്പോ നമുക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോടോ കേരളത്തിൽ ഭരിക്കുന്ന ഗവൺമെന്റിനോടോ വ്യക്തിപരമായ യാതൊരു അഭിപ്രായ വ്യത്യാസവും
കാരണം ഈ സംഘടനയിൽ ഇവിടെ രാഷ്ട്രീയത്തിൽപ്പെട്ട രാഷ്ട്രീയമില്ലാത്ത എല്ലാ ആൾക്കാരും നമ്മുടെ സംഘടനയിലുണ്ട്. നാം ഉയർത്തുന്ന വിഷയങ്ങൾ നാം തീരുമാനിച്ചിരിക്കുന്നത് ഈ 14 ജില്ലകളിലെയും ഈ ധർണാ സമരങ്ങൾ ഈ മാസം കൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ്. ആ സമരങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ നാം ഇവിടെ സംസാരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംസാരിച്ച വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ഫെബ്രുവരി മാസം സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന പ്രകടനവും DG ഓഫീസ് ധർണയും നമ്മൾ നടത്തുമെന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നാം ഉന്നയിക്കുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങൾക്ക് കാതലായ വിഷയങ്ങളാണോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. നാം പറയുന്നത് വിഷയങ്ങളെങ്കിലും പരിഹരിക്കണം, ബാക്കിയുള്ളവർക്ക് കോടതിക്ക് വിടാം. ഒന്നാമത്തെ വിഷയം 10/10 വിഷയം. 10/10 വിഷയത്തിൽ നമ്മൾ പ്രധാനമായി ചർച്ചയിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് മന്ത്രി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ തയ്യാറാക്കപ്പെട്ട നിവേദനത്തിലെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം ഇവിടെ സാർ സൂചിപ്പിച്ചുള്ള 10/10 കേസ് 10/10 കേസ് ആരംഭിച്ചിട്ട് 2013 ആരംഭിച്ച കേസാണ്. ഇപ്പൊ 11 വർഷം കഴിയുക. 11 വർഷം കഴിയുന്ന കേസിൽ 2021 കേരള ഗവൺമെന്റുമായി, അത് കഴിഞ്ഞ LDF ഗവൺമെന്റുമായി നാം ഉണ്ടാക്കിയ ഒരു ഓൺലൈൻ സെറ്റിൽമെന്റ് ഉണ്ട്. ആ ഓൺലൈൻ സെറ്റിൽമെന്റിന്റെ അടിസ്ഥാനത്തിൽ അതുവരെയുള്ള നിയമനങ്ങൾക്ക് നമുക്ക് അംഗീകാരം തന്നു. പക്ഷേ ബാക്കിയുള്ള നിയമനങ്ങളിൽ ഇപ്പോഴും പല AU ഓഫീസുകളിലും അംഗീകാരം ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. അപ്പൊ ഓൺലൈൻ എഗ്രിമെന്റ് അത് ഒഴിവാക്കിക്കൊണ്ട് ഈ സംഘടന മുന്നോട്ട് വയ്ക്കുകയാണ്. ഇനി ഒരു ഓൺലൈൻ സെറ്റിൽമെന്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പൊ സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുക. ആ കേസിന്റെ അന്തിമ വിധി വരുന്നതിന് മുമ്പ് KTSMA വളരെ വ്യക്തമായ രീതിയിൽ ഒരു സൊല്യൂഷൻ, ഒരു പരിഹാര മാർഗം ഗവൺമെന്റിന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞാനൊരു വിശദമായ വിവരങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഒരു ലളിതമായി പറയുക, 2013 ജൂൺ 1 മുതൽ 2024 ജൂൺ വരെ, അതായത് ഇനി വരാൻ പോകുന്ന 24 ജൂൺ വരെ കേരള ഗവൺമെന്റിന് അഡിഷണൽ ഡിവിഷനിലൂടെ എത്ര അധ്യാപകരെ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വെളിയിലുണ്ടോ അവരെ മുഴുവൻ സംരക്ഷിക്കുന്നതിന് മറ്റൊരു സംഘടന ഏറ്റെടുത്തില്ലെങ്കിൽ പോലും ഈ സംഘടന ഏറ്റെടുക്കാൻ തയ്യാറാണ്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരു ഓൺലൈൻ സെറ്റിൽമെന്റിന് ഗവൺമെന്റ് തയ്യാറാവണം. ഓൺലൈൻ സെറ്റിൽമെന്റ് അവസാന സെറ്റിൽമെന്റ് നമ്മളിവിടെ കഴിഞ്ഞ മാസം ഉണ്ടാക്കി ഗവൺമെന്റ് തലത്തിലുള്ള എഗ്രിമെന്റ് ഉണ്ടാക്കാനല്ല. സുപ്രീം കോടതി അടുത്ത പ്രാവശ്യം കേസ് വരുമ്പോൾ ഗവൺമെന്റും തയ്യാറാണെങ്കിൽ അങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ ഗവൺമെന്റും എയർ സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷനും സാർ സൂചിപ്പിച്ചു നമുക്ക് 2100 വരുന്ന അംഗങ്ങളുടെ കേസ് കൂടെ തീർത്താൻ നമുക്ക് പരിഹരിക്കുന്നു. അത്രയും പേർ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഗവൺമെന്റ് കൂടെ ചേർന്ന് ഒരു അഫിഡവിറ്റ് ഈ പ്രശ്നങ്ങൾ ഇന്നലെ പരിഹരിക്കാം. നാളെ കേരളത്തിൽ എന്നടുത്ത സുനാമി ഉണ്ടാവുമോ? ഇനി കോവിഡ് വീണ്ടും എന്ന് വരുമെന്നോ? ഇനി ഏത് വലിയ ദുരന്തം നമ്മളെ കാത്തിരിക്കുന്നതെന്നോ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. നാളെ ഗവൺമെന്റിന് വീണ്ടും ഒരു ക്രൈസിസ് നേരിട്ടാൽ അങ്ങനെ വിഷയമുണ്ടാകുമ്പോൾ അന്ന് ആലോചിക്കാം. അല്ലാതെ പണ്ടെന്നുണ്ടായ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ അന്നത്തെ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമം അല്ലെങ്കിൽ ഒരു സർക്കുലർ, ആ നിയമനം സർക്കാർ നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സർക്കുലറിനെ അടിസ്ഥാനമാക്കി പിന്നെ അതിനെ ഒരു നിയമമാക്കി മാറ്റി ആ നിയമത്തിലൂടെ ഓരോ അഡീഷണൽ വന്നാൽ ഒന്നിനൊന്ന് കൊടുത്തുകൊള്ളണം എന്നുള്ള വാദം സുപ്രീം കോടതിയോട് അംഗീകരിക്കുന്നില്ല എന്ന് ഗവൺമെന്റിനും ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ ഞങ്ങളെ കൊണ്ട് ചെലവഴിപ്പിക്കാതെ ദയവായി ആ കേസ് അവസാനിപ്പിക്കാനാണെങ്കിൽ ഞങ്ങളുണ്ടാക്കുന്ന ഫോർമുല ഈ രീതിയിലാണെങ്കിൽ ഞങ്ങൾ അതിനെ അംഗീകരിക്കാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഭിന്നശേഷി വിഷയം. ഭിന്നശേഷി വിഷയത്തിൽ ഞാൻ എപ്പോഴും പറയുന്നു, വാൽമീകി രാമായണത്തിന് ഇനി എത്ര പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാനുണ്ടോ എന്ന് പറഞ്ഞ് നമുക്ക് ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട് ഇനി വ്യാഖ്യാനങ്ങളുടെ മുന്നിൽ വ്യാഖ്യാനങ്ങളാണ്. അപ്പൊ ആ വ്യാഖ്യാനങ്ങൾക്ക് അപ്പുറം എന്താണോ സുപ്രീം കോടതിയുടെ 7 അംഗ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത് അതിൽ വെള്ളം ചേർക്കാതെ അത് അതേപടി അനുസരിക്കാൻ കേരളത്തിലെ 7 സ്കൂൾ മാനേജർമാർ ഒന്നിറങ്ങും തയ്യാറാണ്.
അതിന് അർഹതപ്പെട്ട ഭിന്നശേഷിക്കാരായ സഹോദരങ്ങൾക്ക് അവർക്ക് അർഹതപ്പെട്ട നിയമങ്ങൾ തെളിയുന്നതിന് ഒരു നിമിഷം മുൻപ് എഴുതുന്നതിന് കേരളത്തെ സ്കൂൾ മാനേജർമാർ തയ്യാറാണ്. പക്ഷേ അതിന് ആവശ്യമില്ലാത്ത രീതിയിൽ ആ സുപ്രീം കോടതിയിലെ 7 അംഗ ബെഞ്ച് വിധിച്ചിട്ടുള്ളതിന് വിരുദ്ധമായി, ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് വിധിക്ക് വിരുദ്ധമായി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർത്തിട്ടുള്ള കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഭിന്നശേഷി വിഷയങ്ങൾ അവസാനിക്കാത്തത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നിരന്തരമായി നമ്മളെല്ലാം നമുക്ക് വാട്സാപ്പിലൂടെ പറയുന്നില്ല എങ്കിലും ഈ ആഫീസിലേക്ക് ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് വന്ന് പറയുന്നില്ല എങ്കിൽ പോലും ഓരോ ദിവസവും ഗവൺമെന്റ് തലത്തിലുള്ള ആൾക്കാരുമായി നമ്മൾ ചർച്ച നടത്തുന്നുണ്ട്. ആ വിഷയങ്ങളുടെ യഥാർത്ഥ വസ്തുതകൾ ഇപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ആ ബോധ്യപ്പെട്ട വസ്തുതയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിയമം ഉണ്ടാക്കിയാൽ ഈ വിഷയങ്ങളിൽ 687 ആണെങ്കിൽ 687, 1517 ആണെങ്കിൽ 1517, അത്രയും പേർക്ക് ഒറ്റ ദിവസം കൊണ്ട് അപ്രൂവൽ കൊടുക്കാൻ, എന്നാൽ പോലും ആയിരക്കണക്കിന് പോസ്റ്റുകൾ അവർക്ക് വേണ്ടി പിന്നെയും പട്ടങ്ങൾ കഴിഞ്ഞ് വന്നാൽ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അതിന്റെ പേരിൽ മുഴുവൻ നിയമനങ്ങളും തടഞ്ഞു വയ്ക്കുന്ന പ്രവണത അവസാനിപ്പിക്കണം. ഇത്തരം കാര്യങ്ങൾക്കാണ് ഒരു ചർച്ചയിലൂടെ അരമണിക്കൂർ DGI ഉൾപ്പെടെ ഇരുന്ന് സംസാരിക്കാൻ തയ്യാറാണോ നമ്മുടെ ആവശ്യമാണ് ഇപ്പോൾ അംഗീകരിക്കാമെന്ന് ഇന്നലെ സമ്മതിച്ചിട്ടുള്ളൂ. ഈ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒപ്പം നാം നേരിടുന്ന നമ്മുടെ ബിൽഡിങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. കാരണം നമ്മുടെ ബിൽഡിങ്ങുകളുമായിട്ട് നമുക്ക് മുമ്പ് പൊതു PWD വകുപ്പായിരുന്നു നമുക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇപ്പൊ അത് നേരിട്ട് പഞ്ചായത്തിലേക്ക് പോവുകയാണ്. പഞ്ചായത്തിൽ വരുമ്പോൾ നമ്മളാരും ഉണ്ടാക്കിയ നിയമമല്ല. 2017 കെട്ടിട നിയമം ഉണ്ടായപ്പോ നമ്മുടെ പല മാനേജർമാരുടെയും സ്കൂളുകൾ ഗവൺമെന്റ് വേണ്ടെങ്കിൽ വേണമെന്ന് വെക്കാം. 10 സെന്റിനകത്ത് കേരളത്തിൽ പലയിടത്തും 10 സെന്റിൽ നിൽക്കുന്ന വിദ്യാലയങ്ങളുണ്ട്, 30 സെന്റിൽ നിൽക്കുന്ന വിദ്യാലയങ്ങളുണ്ട്, 5 ഏക്കറിൽ നിൽക്കുന്ന വിദ്യാലയമുണ്ട്, 11 സെന്റിൽ നിൽക്കുന്ന വിദ്യാലയമുണ്ട്. ഈ വിദ്യാലയങ്ങൾ 2017 മുമ്പ്, അതായത് 1965 ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ഇനി ഒരു ദിവസം പോലും ആ ബിൽഡിങ്ങിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമ്പോ, അവിടെ ഒരു അപകടം സംഭവിച്ചാൽ അതിന്റെ മാനേജർ പ്രതിയാവുമ്പോ ആ ബിൽഡിങ്ങിൽ കുറിച്ച് പുതിയ നിയമം അനുസരിച്ച് അവിടെ ബിൽഡിംഗ് വയ്ക്കാൻ കഴിയുന്നില്ല. കാരണം റോഡിൽ നിന്നുള്ള ദൂരം, അല്ലെങ്കിൽ സ്വന്തം നമ്മുടെ ഇടുക്കി ജില്ല എടുക്കുക, വയനാട് ജില്ല എടുക്കുക, അവിടെ നേരിടുന്ന ഓരോ ജില്ലയ്ക്കും ഓരോ വിഷയങ്ങളാണ്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചോളം പട്ടയ വസ്തു ലഭിച്ചിട്ടുള്ള വസ്തുക്കളുണ്ട്. എന്നാൽ കാലാകാലങ്ങളായി ഇതാ മാനേജർ സ്കൂൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്, അവിടെ ബിൽഡിംഗ് ഉണ്ട്. പക്ഷെ പുതിയ നമ്മുടെ പഞ്ചായത്ത് ചട്ടം വരുമ്പോ അതിൽ പറയുന്നതനുസരിച്ച് സ്വന്തമായി കരമടച്ച രസീത് വേണം. കരമടച്ച വസ്തുവിൽ മാത്രമേ ബിൽഡിംഗ് പണിയാൻ കഴിയൂ. 6 മീറ്റർ വഴി വേണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തോന്നുന്നതിന് പുതിയ നിയമം ഒരുപാട് വ്യവസ്ഥകളുണ്ട്. പുതിയ നിയമങ്ങൾ അനുസരിച്ചുള്ള വ്യവസ്ഥകൾ വരട്ടെ. ആ വ്യവസ്ഥകൾക്കനുസരിച്ച് പുതിയ ബിൽഡിംഗ് വയ്ക്കാൻ അതിന് സൗകര്യമുള്ള സ്ഥലങ്ങളിലായിക്കോട്ടെ. പക്ഷേ നിലവിൽ പണ്ടുകാലത്ത് തുടങ്ങിയ സ്കൂളുകൾ ഇന്നും നിലനിർത്തിക്കൊണ്ടു പോകാമെങ്കിൽ അവർക്ക് എക്സൈസ് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അക്കാര്യത്തിൽ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയുമായി ഒരു ചർച്ചയ്ക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാകാനുള്ള ആവശ്യമുണ്ട്. അത്തരം കാര്യങ്ങൾ തീരുമാനം ഉണ്ടാവണം. ഇനി ഇതെല്ലാം തീരുമാനം ഉണ്ടായാൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇന്ന് കൊല്ലം ജില്ലയിലെ മാനേജർമാർ, പരമാവധി മാനേജർമാർ ഇന്ന് ഈ DD ഓഫീസിന്റെ മുമ്പിൽ വന്ന് കുത്തിയിരിക്കാനുണ്ടായ അവസ്ഥ, അതിന് പരിഹാരം ഉണ്ടാവണം. അതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു വിമോചന സമരം നടത്തുമെന്നൊന്നും ഞങ്ങളാരും പറയുന്നില്ല. ഒരു വിമോചന സമരം ഇനി കേരളത്തിലെ 7 സ്കൂൾ മാനേജർമാർ അന്നത്തെ കാലഘട്ടത്തിൽ നടത്തുവന്നോ, അന്നത്തെ സർക്കാരിനെ പിരിച്ചുവിട്ടുവെന്നുപോലെ ഈ സർക്കാരിനെ പിരിച്ചുവിടണമെന്നോ, അല്ലെങ്കിൽ ഈ ആഫീസിലിരിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും പിരിച്ചുവിടണമെന്നോ ഒന്നും KPSM ആവശ്യപ്പെടുന്നില്ല. പക്ഷേ KPSM ഏറ്റവും വലിയ പ്രശ്നം സർക്കാരിനെ പറഞ്ഞു മനസ്സിലാക്കിയാൽ, കോടതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ, കോടതിയിൽ വിധികൾ വന്നാൽ അതനുസരിച്ച് സർക്കാർ ഉത്തരവിറക്കിയാൽ ആ ഉത്തരവ് പാലിക്കാൻ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇന്ന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായേ കഴിയും. ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ ഏതൊരു സ്കൂൾ മാനേജർമാർ ഇങ്ങനെ സാധാരണഗതിയിൽ ഒന്നിച്ചു വരാറുള്ളതല്ല.
ഇനി ഇതിനൊക്കെയും ഞങ്ങളിപ്പോ ഈ മതിലിന്റെ വെളിയിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ വെറുതെ ഇതിനകത്തേക്ക് കയറ്റരുത്. ഞങ്ങൾ നിരന്തരമായി നിരന്തരം അകത്ത് കയറി സമരം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. കാരണം ഏത് സ്കൂൾ മാനേജർമാർക്ക് സമരം ചെയ്യാൻ അറിയില്ല. ഈ അറിയാത്ത കാര്യങ്ങൾ അവരെ വെറുതെ പഠിപ്പിച്ച് അവരെ വെറുതെ വഴിതെറ്റിച്ച് നിങ്ങളുടെ പാതയിലേക്ക് കൊണ്ടുവരരുത് എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങൾ ഈ ഇരിക്കുന്ന ആരും പുതുതായി സ്കൂൾ തുടങ്ങിയ ആൾക്കാരല്ല. അവരെയൊക്കെ പിതാവാന്മാർ തുടങ്ങിയ സ്കൂളിലായിരിക്കും. വളരെ അപൂർവമായ സ്കൂളിൽ മാത്രമായിരിക്കും ഈ അടുത്ത കാലത്ത് വാങ്ങിക്കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ആഫീസിലിരിക്കുന്ന ഏത് ഉദ്യോഗസ്ഥരായാലും നിങ്ങൾ ഈ സർവീസിൽ കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ജനിച്ച നാൾ മുതൽ മുലപ്പാൽ കുടിക്കുമ്പോൾ മുതൽ എന്താണ് വിദ്യാഭ്യാസ വകുപ്പ്, എന്താണ് KER, എന്താണ് KSR എന്ന് വ്യക്തമായ ആരാണ് ഈ ഞങ്ങളുടെ കൂട്ടത്തിൽ വിളിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഇതെല്ലാം പഠിച്ചു വന്നവരാണ്. ഞങ്ങൾ നിങ്ങളെ ഭരിച്ചുകളെ എന്ന് പറഞ്ഞ് കുറെ നാളുകളായിട്ടുള്ള ആ ഒരു ശീലം, ആ ഒരു ബോധ്യം, ആ ഒരു ബോധം ഉണ്ടെങ്കിൽ ഇനി അത് അവസാനിപ്പിച്ചേ പറ്റൂ. അതിപ്പോ DGയോടും പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയോടും പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള ഓരോ സ്ഥലങ്ങളിലും ഈ നടക്കുന്ന ഈ കൊല്ലം ജില്ലയോടും പറയുന്നു. ഇന്ന് ഞാൻ കൊല്ലം ജില്ലാ പ്രസിഡന്റോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഈ കൊല്ലം ജില്ലയിൽ ഇനി എത്ര AE ഓഫീസിൽ, എത്ര DO ഓഫീസിൽ, അല്ലെങ്കിൽ RD ഓഫീസിൽ ഏതൊക്കെ സ്കൂളിന്റെ ഫയലുകൾ എത്രയെണ്ണം നമുക്ക് നിയമാനുസൃതം കിട്ടാവുന്ന കാര്യമാണ്. എന്തെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടോ, മാനേജ്മെന്റ് ഡിസ്പ്യൂട്ട് ഉണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ, 51 ക്ലൈമിന്റെ വിഷയമുണ്ടോ, OTC ക്ലൈമിന്റെ വിഷയമുണ്ടോ, നിങ്ങൾ ചെയ്യണ്ട. പക്ഷേ വച്ചുകൊണ്ടിരിക്കരുത്, ഫയൽ മറക്കണം. ഈ ഒരു വകുപ്പിൽ മാത്രം ഈ പറഞ്ഞുണക്ക് ഞാൻ ഇന്നലെ പാലക്കാട് സംസാരിക്കുമ്പോൾ പറഞ്ഞവർക്ക് പാലക്കാടൻ കാറ്റുപോലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് മാത്രം ഒരു പ്രത്യേക ഒരു കാറ്റടിച്ചേക്കുക. ഈ വകുപ്പിൽ ഉദ്യോഗസ്ഥരെ കയറിക്കൾ പുതുതായി വരുന്ന പഴയ തലമുറയിലുള്ള ഈ വിദ്യാഭ്യാസ വകുപ്പിൽ ഈ DDRTC-അടക്കം വളരെ ജ്ഞാനികളായ കഴിവുള്ള അന്തസ്സുറ്റ ഉദ്യോഗസ്ഥരിൽ നിന്ന് നന്നായി ജോലി ചെയ്തിട്ടുള്ള ഓഫീസറാണ്. അവർക്കൊക്കെ കളങ്കം ചാർത്താൻ വേണ്ടി ഇപ്പൊ ഒരു പറ്റം പുതിയ എന്താണ് KER, എന്താണ് KSR വായിച്ചു നോക്കാതെ ഒരു ഫയൽ എഴുതാൻ അറിയാതെ ഈ കാണിക്കുന്ന വൃത്തികൾക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് ഞാൻ ഉറക്കം പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു പുതിയ സൂചനയാണ്. കാരണം ഈ വിദ്യാഭ്യാസ ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒന്നും ഒരു ഓർമ്മയില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറില്ല, സ്വന്തം വീട്ടിൽ ചെന്ന ഭാര്യ തിരിച്ചറിയൂ, മക്കളെ തിരിച്ചറിയൂ, അച്ഛനെ തിരിച്ചറിയൂ. കാരണം ഫയൽ കണ്ടു കഴിഞ്ഞാൽ എന്ത് വന്നാലും നമുക്ക് സംശയമാണ്. കാരണം ഇപ്പം തന്നെ 1/12/2023 ഒരു ഓർഡർ, ആ ഓർഡറിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പക്വതയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ARTC ഇരിക്കുവാണോ, DRTC ഇരിക്കുവാണോ, EDRTC ഇരിക്കുവാണോ അന്ന് സംശയമാണ്. നേരെ എഴുതി തട്ടും മുകളിലേക്ക്. പിന്നെ അടുത്തൊരു സൂചനയാണ് പെൻഷൻ പറ്റക്കം. സാധാരണ ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ ജനിച്ചത് മുതൽ കണ്ടുപിടിച്ചത് എന്റെ അച്ഛനെയാണ്. എന്റെ അച്ഛന്റെ ഇവിടെ ഈ ഓഫീസിലൊക്കെ കൊല്ലം ജില്ലയിലെ DDRTC അന്ന് എന്റെ ഓർമ്മ DDRTC-ആണ്. ഈ ഓഫീസുകളിലൊക്കെ അന്ന് പോലെ ഞാനും കയറി ഇറങ്ങുന്നതാണ്. അപ്പൊ അന്നൊന്നും ഒരു ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ടില്ല. ഞാൻ 2024 പെൻഷൻ പറ്റും. ഇവിടെ കയറിക്കഴിഞ്ഞു നമ്മളൊക്കെ പണ്ട് തമാശക്ക് പറയുമായിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥർ കയറിയിട്ട് വേണമായിരുന്നു 4 ദിവസം ലീവ് എടുക്കാൻ. ഇപ്പൊ അതല്ല സുഖം, സർവീസ് കയറിയായിട്ട് വേണം ഒന്ന് പെൻഷൻ ബുക്ക് തയ്യാറാക്കാൻ. ഇവിടെ 4-5 വർഷം സർവീസ് ഉള്ളതെന്ന് പറയാണ് എനിക്ക് ബാധ്യതയാവും. ഞാൻ പറയുന്ന പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സഹകരണമുണ്ട്. ആ വേദിയിലേ പറയണം. നിങ്ങൾ DA കൂട്ടുന്നതിന്, നിങ്ങളുടെ ശമ്പളം കൂട്ടുന്നതിന്, നിങ്ങളുടെ മറ്റ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് സമരം ചെയ്യാറുണ്ട്, നിങ്ങൾ ഉന്നയിക്കാറുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരെയും അടച്ചാക്ഷേപിക്കുകയല്ല, നന്നായി ജോലി ചെയ്യുന്ന അധ്യാപകർ ഈ ഓഫീസ് അടക്കമുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ദ്രോഹിക്കുന്ന രീതി അവിടെ ഒരു പുതിയ പ്രവണത വളർന്നു വരുന്നുണ്ട്. ഇപ്പോ ഒരു പുതിയ രീതിയിലുള്ള ആരോഗ്യ പരിപാടി, അതായത് ഒരു സ്കൂളിന്റെ ഫിറ്റ്നസ് കിട്ടി, അതിനകത്ത് എഞ്ചിനീയർ കൊടുത്തതിനകത്ത് ഒരു തുരുപ്പ് കുറഞ്ഞു പോയി, ഒരു കോമ കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ഒരു ഡേറ്റ് ഡിഫറൻറ്റ് ആയിപ്പോയി.
മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് ഒരു ദിവസം മുമ്പായി പോയി നിങ്ങൾ വളരെ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥരും ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരാണ്. അവരെ പേടിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നില്ല. ഞാൻ എന്നോട് വളരെ ഉദ്യോഗസ്ഥരും പറഞ്ഞ കാര്യമാണ്. അത് പേടിച്ചിട്ടാണ് സാർ ഞാൻ എന്ന് ചെയ്യാത്തത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരിൽ അത് പറയണം, അത് പരിഹരിക്കണം. അത് കേരളത്തിലെ 10,000 ഏക്കറൊക്കെ വരുന്ന ഇനി 8,000 അധ്യാപകർക്ക് നിയമനക്കുറി കിട്ടാനുണ്ട്. മറ്റ് മലയാള വിഷയങ്ങൾ അവസാനിപ്പിക്കാനുണ്ട്. നിങ്ങൾ നിയമാനുസൃതമല്ല ഒന്നും ചെയ്യേണ്ട ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഒരു ദിവസം പോലും ഫയൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഫയൽ തീരുമാനമെടുക്കുക. ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ തെറ്റ് ചെയ്യുക. ഞാൻ ഒരു കാര്യം കൂടി വ്യക്തമായി പറയണം. ഞാൻ എല്ലാ ജില്ലകളിലും എല്ലാ മലയന്മാർക്കും എല്ലാ അസോസിയേഷൻ നേതാക്കന്മാർക്കും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇനി അപ്പീൽ തരുന്ന വിഷയമില്ല. വ്യക്തിപരമായി 10 നമ്പറടക്കം വ്യക്തിഗത പരാതികൾ നിങ്ങൾക്കെതിരെ കൊടുക്കാനാണ് ഇപ്പോ വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറയുന്നത്. അത് തരും. അതിൽ പരിഹാരം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ ആഫീസിൽ കയറി ഇവിടെ ഇതിന്റെ മുമ്പിൽ ബോർഡ് സ്ഥാപിച്ച് ആ ഉദ്യോഗസ്ഥരെ ഫോട്ടോ അധികം വെച്ച് അവയെ തീർക്കാനുള്ള ഫയലുകളുടെ എണ്ണം വെച്ച് ഇവിടെ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കും. അത്തരം കാര്യങ്ങളിലേക്ക് ദയവായി ഞങ്ങളെ കൊണ്ടുപോകരുത് എന്ന് പറയാനാണ് ഈ DDRTസിന് മുമ്പിൽ ഇത്രയും ഒരു ധർണ സംഘടിപ്പിക്കുന്നത്. ഈ ധർണകൾക്ക് വരുത്തുന്ന ഞങ്ങൾ കൊടുക്കുന്ന ആവശ്യങ്ങൾ, ഞങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ ഗവൺമെന്റ് പരിഗണിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസം വരും ദിവസങ്ങളിലുള്ള ചർച്ചകൾ പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ ഈ രീതിയിൽ ഫെബ്രുവരി മാസം DGRTസിന് മുമ്പിൽ നടക്കുന്ന ധർണയിലേക്ക് കൊല്ലം ജില്ലയിലെ പരമാവധി മാനേജർമാർ, പരമാവധി അധ്യാപകർ, പരമാവധി നമ്മുടെ PD അംഗങ്ങൾ തുടങ്ങിയ ആൾക്കാരെല്ലാം പങ്കെടുപ്പിക്കണം. നമ്മളൊക്കെ ആശങ്കപ്പെട്ടിരുന്നത് നമ്മൾ മാത്രമേ ഉള്ളതല്ല. ഇന്ന് നമ്മളോടൊപ്പം നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന രക്ഷകർത്താക്കളുണ്ട്, ആ PTA ഉണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന അധ്യാപകരുണ്ട്. അതുകൊണ്ട് ഞങ്ങള് ഒരു സ്കൂള് എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലുള്ള 650 പേരാണെന്ന് ധരിക്കണ്ട. അവിടെ 65,000 പേര് വേണമെന്ന് വെച്ചാൽ ഇറങ്ങാനും വരാനും ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന ധാരണ സർക്കാരിനും വേണം, ഉദ്യോഗസ്ഥർക്കും വേണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഒരു കാര്യം പറയുകയാണ്. നിങ്ങളുടെ മറ്റു ഡിപ്പാർട്ട്മെന്റ് കൃഷി വകുപ്പിൽ ആർക്കെങ്കിലും കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥര് കൃഷി വകുപ്പിലേക്ക് ചെല്ലുന്ന ഒരാൾക്ക് എങ്ങനെ ഒരാൾക്ക് സഹായം ചെയ്യാം എന്നാണ് കൃഷി വകുപ്പിലിരിക്കുമ്പോ ആ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. അയാൾക്ക് എന്തെങ്കിലും ഒരു കൃഷി നടത്താനാണെങ്കിൽ അയാളെ വീട്ടിൽ പോയി വേണ്ട സഹായം ചെയ്യാം. അല്ലെങ്കിൽ മറ്റേത് ഡിപ്പാർട്ട്മെന്റിലും ഇനി സ്വന്തം ഡിപ്പാർട്ട്മെന്റ്, ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പോ രണ്ട് ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെന്റിൽ ഗവൺമെന്റ് തലത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ഒരു 5 സെന്റ് വസ്തു അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കെട്ടിടം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു സ്ഥാപനം അത് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാവില്ല. കാരണം അവരുടെ ജീവനാണ്. ഞാൻ ഇരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, എന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ അത് എന്റെ ജീവനാണ് എന്ന് ധരിക്കുന്ന ആൾക്കാരാണ് ഓരോ ഡിപ്പാർട്ട്മെന്റുള്ളത്. അതേസമയം വിദ്യാഭ്യാസ വകുപ്പിലെ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥരുടെ കാര്യം പറഞ്ഞാൽ കയറിയാറുടനെ ഈ സീറ്റിൽ ഇരുന്നാറുടനെ എങ്ങനെ 7 സ്കൂൾ മാനേജന്മാരെ, കാരണം ഏതോ വിനോദം ഇവർക്കൊക്കെ നേരെ IAS കിട്ടേണ്ട ആൾക്കാരായിരുന്നു. കേരളത്തിലെ 7 സ്കൂൾ മാനേജന്മാരെ എന്തോ ദ്രോഹം ചെയ്ത കാരണം PSC എഴുതിയപ്പോ ഉദ്യോഗമായി പോയി. ഇതിനും കാരണം ഞാൻ ഓറുണ്ടാനും കാരണം ഈ 7 സ്കൂൾ മാനേജന്മാരാണ്. അപ്പൊ സാമ്പത്തിക ബാധ്യത ഉണ്ടാവുന്നതിനെ കാരണം കേരളത്തിലെ 7 സ്കൂൾ മാനേജന്മാരാണ്. ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇവിടെ ജോലിക്ക് കിട്ടിയിട്ട് അതിന്റെ കാരണം കേരളത്തിലെ 7 സ്കൂൾ മാനേജന്മാരാണ്. ഞാൻ ഒരു കാര്യം പറയാം. 15,300 സ്കൂളുകളാണ് കേരളത്തിലുള്ളതെങ്കിൽ അതിൽ 8,600 സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളാണ്. ബാക്കി 5,000 സ്കൂളുകൾ മാത്രമാണ് ഗവൺമെന്റ് മേലെയുള്ളത്. 2,000 അൺഎയ്ഡഡ് സ്കൂളുകൾ. ഇവിടെ നമ്മുടെ ഈ ആഫീസ് എടുക്കുമ്പോ സെക്ഷൻ A എന്നും സെക്ഷൻ B എന്നും തിരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 12ഉം 13ഉം ക്ലർക്കുമാരുണ്ടെങ്കിൽ അവിടെ ഒരു സൂപ്രണ്ട് ഇരിപ്പുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങൾ മേടിക്കുന്ന ശമ്പളത്തിന് കാരണം ഞങ്ങളെപ്പോലെയുള്ള മാനേജർമാർ കഷ്ടപ്പെട്ടുണ്ടാകുന്ന 7 സ്കൂളുകളുടെ കുട്ടികളുടെ എണ്ണം വെച്ച് നിങ്ങൾക്ക് തിരിച്ചിരിക്കുന്ന സ്കൂളുകൾ തെറ്റാണ്. ഞങ്ങളുടെ സ്കൂളുകൾ ഇല്ലാതായാൽ, ഈ സ്ഥാപനങ്ങൾ ഇല്ലാതായാൽ, ഈ DDRTs അടക്കം, AE ഓഫീസറക്കം, DO ഓഫീസറക്കം ഓരോ സ്ഥാപനങ്ങളിലുമുള്ള ഇപ്പോഴത്തെ പോസ്റ്റുകൾ നഷ്ടപ്പെടും.
ഞാൻ ഈ പറയുന്നത് വെറുതെയല്ല. ഈ ഇറങ്ങാൻ പോകുന്ന ചെയ്യാൻ പോകുന്ന സ്പെഷ്യൽ റൂള് ഈ രീതിയിൽ നടപ്പിലാക്കിയാൽ ആദ്യം ഈ ഡി ഓഫീസിൽ ഇന്നിരിക്കുന്നവർക്ക് നാളെ പ്രമോഷൻ കിട്ടുമോ എന്ന് സ്വയം ആലോചിക്കണം. ഇന്നിരിക്കുന്ന നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ഇനി ഭാവിയിൽ ഇങ്ങനെ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ സ്വയം തീരുമാനിക്കുക. കേരളത്തിലെ എയ്ഡഡ് സ്കൂൾ ഈ ഭൂരിപക്ഷം വരുന്ന എയ്ഡഡ് സ്കൂളുകൾ വേണ്ട എന്ന് വെക്കാനാണ്, അത് നശിപ്പിക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ നിലയിൽ നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ തോണ്ടുന്നത് നിങ്ങളുടെ സ്വന്തം കുഴിയാണ്. നിങ്ങളുടെ ശവക്കുഴി നിങ്ങൾ തന്നെയാണ് തോണ്ടുന്നത്. അല്ലാതെ ഞങ്ങൾ ചോദിച്ചാൽ അതിന് പരിഹാരം കാണാനും അതിന് കോടതിയിൽ നിന്നായാലും എവിടെ നിന്നായാലും പരിഹാരം ഇന്നല്ലെങ്കിൽ നാളെ കൊണ്ടുവന്ന് ചെയ്യിക്കാനുള്ള കഴിവും പ്രാപ്തിയും കേരളത്തിലെ എയ്ഡഡ് സ്കൂൾ മാനേജർമാർക്കുണ്ട്. കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രസ്ഥാനങ്ങളല്ല. അല്ലെങ്കിൽ 10, 20, 22 വർഷത്തേക്ക് PSC എഴുതി കിട്ടിയ ജോലി കിട്ടിയതല്ല. ഇത് പൈതൃകമായി കിട്ടിയ കൈമുതലാണ്. അത് സംരക്ഷിച്ചുകൊണ്ടുപോകാൻ കേരളത്തിലെ എയ്ഡഡ് സ്കൂൾ മാനേജർമാർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് മാത്രം പറയാൻ വേണ്ടിയല്ല, നിങ്ങളെ സ്വയം സംരക്ഷിക്കാൻ നിങ്ങളുടെ ഇരിക്കുന്ന പോസ്റ്റുകൾ ഇല്ലാതായാൽ ഇപ്പൊ അറിയാമല്ലോ KSRTC ആരെങ്കിലും വീട്ടിൽ പുതിയതായിട്ട് പയ്യനെന്തോ ജോലി KSRTC കണ്ടക്ടർ ആരെങ്കിലും കൊടുക്കും, ഏതെങ്കിലും താങ്ങി കടം കിട്ടും. അതുപോലെ നാളെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ അല്ലെങ്കിൽ പെണ്ണിന്റെ അച്ഛനെന്തോ ജോലി ഏരിയാഫീസിന്റെ ക്ലാർക്ക് ഐഎഫിലെ സൂപ്പറില്ലാന്ന് പറഞ്ഞാൽ ആ വീട്ടിലോട്ട് പിന്നോട്ട് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ഈ ഇത്ര ആർട്ടിസ്റ്റുകൾ ഞാൻ മാറ്റം KSRTCന്റെ അവസ്ഥ ഇവിടെ വരും. അല്ലെങ്കിൽ ഇവിടെ കൊല്ലം ജില്ലയിൽ പണ്ട് കല്ല് ഇറിഗേഷൻ ഉണ്ടായിരുന്നു. ആ ഇറിഗേഷൻ മനസ്സിലാക്കിയപ്പോ അതിലെ ഉദ്യോഗസ്ഥരെ അതിനെ പല ഡിപ്പാർട്ട്മെന്റിൽ തട്ടി അങ്ങോട്ട് ചെല്ലുമ്പം രണ്ടാനം മേള വീട്ടിൽ ചെല്ലുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് കയറിയിരുന്ന് കസേരയിലിരുന്ന് പിന്നെ ചില ഉദ്യോഗസ്ഥർ സൂക്കറുണ്ട്. കാരണം കുറെ മാനേജർമാർ പാവങ്ങളായിരിക്കാം, അവർക്കാണ് അതിനുള്ളത്. ഈ മാനേജർമാരെല്ലാം അത് സാമ്പത്തികത്തിനോ അല്ല, അവരെല്ലാം അന്തസ്സുള്ളവരും അവരെല്ലാം കുടുംബമയമുള്ളവരും. അതുകൊണ്ട് ഇന്നലെ കണ്ട ഒറ്റയുടെ സ്വഭാവം കാണിക്കുന്നില്ല. അതുകൊണ്ട് വരുമ്പം ഒരു മാനേജരെ ഒരു ആർട്ടിഫിഷ്യൽ ക്ലാർക്കിന്റെ മുമ്പിൽ കുറച്ചേരം നിർത്തി അയാളെ ചിരിക്കെട്ടി രണ്ട് കുത്തുകുത്തിയാൽ അവനെ ഒന്ന് ആക്ഷേപിച്ചാൽ അരമണിക്കൂർ അവിടെ നിർത്തിയാൽ അതൊരു ആത്മനിവൃത്തിയാണെന്ന് അറിയുന്നെങ്കിൽ ഇനി ആശ്രയിച്ച പരിപാടികൾ നടക്കത്തില്ല. അത്യാവശ്യം ഒരു ഡിഗ്രിയുടെ റാങ്കൊക്കെ ഉണ്ട് മാനേജർമാർ, അത് മാനേജർമാരും ബോധ്യപ്പെട്ടുകൊള്ളുക. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതെ അവനവന്റെ കാര്യം നോക്കിപ്പോയാൽ ഈ പറഞ്ഞ നമുക്ക് കള്ളവേഷന്റെ സ്ഥിതിയോ KSRTC സ്ഥിതിയോ ആവത്തില്ല. ഒരുമിച്ച് നിന്നാൽ എല്ലാവർക്കും നല്ലത്. ഈ സ്പെഷ്യൽ റൂൾ വരുമ്പോ ഞങ്ങൾക്ക് മാത്രമല്ല മാനേജർമാർക്ക് മാത്രമല്ല ഞങ്ങൾക്ക് കഷ്ടപ്പെടാനൊന്നുമില്ല. തീരെ വേണ്ടെന്ന് വെച്ചാൽ ഫിറ്റ് തീർക്കുന്നില്ല എന്ന് ഞങ്ങൾ വയ്ക്കും. അടുത്ത വർഷം ഗവൺമെന്റ് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ 8000-ത്തിനകത്ത് 6000 പേര് അടുത്ത വർഷം ഫിറ്റ്നസ് എടുക്കുന്നില്ല. ഞങ്ങൾ എന്ത് തൂക്കിക്കൊല്ലുവോ? ഫിറ്റ്നസ് എടുത്തില്ല, അതുകൊണ്ട് വീട്ടിൽ ഒന്ന് അറസ്റ്റ് ചെയ്ത് തന്നെ 6 മാസത്തേക്ക് ജയിച്ചില്ല. അങ്ങനൊരു നിയമമുണ്ട്. KER പറഞ്ഞിട്ടുണ്ട്, അനുസരിച്ച് നോട്ടീസ് തരും സ്കൂളുകൾ നിർത്താൻ. ഓരോ നാടിന്റെയും സ്പന്ദനമാണ് കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകൾ. ഗവൺമെന്റ് സ്കൂളുകളൊക്കെ റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ഓരോ നാടിന്റെയും ആ നാടിനെ അറിയപ്പെടുന്നത് ആ സ്കൂളിന്റെ പേരിലാണെങ്കിൽ ആ സ്കൂളുകൾ നിലനിൽക്കേണ്ടത് ഇന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുൻനിരയിലെടുക്കുന്നവരെല്ലാം വളർന്നു വന്നിട്ടുള്ളത് ഇത്തരം സ്കൂളുകളിൽ നിന്നാണെങ്കിൽ ആ സ്കൂളുകൾ എന്നും നിലനിൽക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ഈ പൊതുസമൂഹത്തിന്റെയും ആവശ്യമാണ് എങ്കിൽ, ആ സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണെങ്കിൽ അതിന് ഞങ്ങളെപ്പോലെ നിങ്ങളും നിലനിന്നില്ല എങ്കിൽ, നിങ്ങളും അത് മനസ്സിലാക്കി പ്രവർത്തിച്ചില്ല എങ്കിൽ വലിയ ഭവിഷ്യത്തിൽ വരും എന്നതുകൊണ്ടാണ് മാത്രമാണ് ഈ ഇന്നിപ്പോ ഇവിടെ സംസാരിക്കുന്നത്. ഈ DADR സ്റ്റാഫുകൾ വെക്കാൻ വേണ്ടി മാത്രമല്ല, ഈ ജില്ലയിലുള്ള മുഴുവൻ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ അറിയാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുഴി കൊണ്ടാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കരുതെന്ന് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഈ സ്പെഷ്യൽ നടപ്പിലാക്കുമ്പോ ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിന്റെ സൂക്കന്മാരുണ്ടോ? നിങ്ങളെ എല്ലാ സൂക്കന്മാരും ഇനി ഓഫീസിലെ കസേര ചെയ്യുന്ന കറങ്ങണ്ട, ഇവരുന്ന് DD ഓഫീസിന്റെ കസേര ചെയ്യുന്ന കറങ്ങണ്ട. ഈ സ്പെഷ്യൽ നടപ്പിലാക്കിയാൽ പഞ്ചായത്തിൽ പോകും. പഞ്ചായത്ത് ഓഫീസിൽ പോയി ഞാൻ നേരത്തെ പറഞ്ഞ 2 അടച്ചു ആട്ടും മുപ്പും കേൾക്കണം. അവിടെ പോയി പഞ്ചായത്ത് ഓഫീസിൽ എവിടെങ്കിലും റൂം തരും, അവിടെ പോയിരുന്നോ. അവിടെ ആണെങ്കിൽ ഈ പഞ്ചായത്ത് ഭരിക്കും, പഞ്ചായത്തിനാണ് വിദ്യാഭ്യാസ ഓഫീസർ.
അപ്പൊ അതിലേക്ക് പോകണം. അപ്പൊ അതിനെല്ലാം കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളെ നശിപ്പിക്കാൻ, കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളെ എങ്ങനെ ഫയലിലൂടെ എഴുതാം. ഏറ്റവും വലിയ ശത്രു എന്ന് കണ്ടാൽ നിങ്ങൾ ശത്രുവെ കാണുന്ന കേരളത്തിലെ എയ്ഡഡ് സ്കൂൾമാരെയല്ല, നിങ്ങളെ തന്നെയാണ്. നിങ്ങളുടെ സ്വന്തം മുമ്പുള്ള കണ്ണാടിയിൽ പോയി രാവിലെ എഴുന്നേറ്റ് നോക്കുക, ശത്രുവിനെ സ്വയം അങ്ങോട്ട് നോക്കുക. എന്നിട്ട് വേണം രാവിലെ 10 മണിക്ക് ശേഷം എല്ലാവർക്കും ഈ ആയിരിക്കും എയ്ഡഡ് സ്കൂൾ മാനേജർമാരുടെ സെക്ഷൻ എന്ന് പറയും. ആ സെക്ഷനിൽ ഇരിക്കുന്ന ഒരു പ്രത്യേക രാവിലെ കണ്ണാടി നോക്കുക, എന്നിട്ട് വന്നിരിക്കുക. ഞാൻ എന്നെ തന്നെയാണോ കുറ്റം ചെയ്യേണ്ടത്, അതോ മറ്റുള്ളവനാണോ എന്നുള്ളത് സ്വയം ചിന്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് നന്നായി ജോലി ചെയ്യുന്ന, നന്നായി പ്രവർത്തിക്കുന്ന, നന്നായി പെരുമാറുന്ന ഒട്ടനവധി ഉദ്യോഗസ്ഥർക്ക് ഈ DIT അടക്കമുണ്ട്. ഞാൻ അവരെ ആരും ഉദ്ദേശിച്ചല്ല. ഇങ്ങനെ ചുരുക്കം ചില കുടുംബത്തുകൾ ഇതിനകത്തുള്ളപ്പോ അതെടുത്തു കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരെയെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യാം. പക്ഷേ ഞങ്ങളെ ഗതികേടാണ്. ഈ ഗതികേട് ഇനി ഞങ്ങളെ കൊണ്ട് മറ്റൊരു ഭാഷയിൽ പറയിപ്പിക്കാൻ, മറ്റൊരു ഭാഷയിൽ പ്രവർത്തിപ്പിക്കാൻ, മറ്റൊരു ഭാഷയിൽ ഇടപെടാൻ ഞങ്ങളെ കൊണ്ട് അവസരം ഉണ്ടാക്കരുത് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ